Hi all, good evening. അപ്പോൾ നമ്മുടെ MCQ സെഷൻ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 3 പേര് അവരുടെ മാർക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ വേഗം തന്നെ ആ വീഡിയോസ് കണ്ടിട്ട് MCQ ചെയ്ത് നോക്കുക, ആൻസർ ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അവിടം വരെ എത്താത്ത ആളുകൾ നമ്മുടെ ഒപ്പം എത്താൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്, എനിക്കറിയാം. കുറച്ച് കുട്ടികളൊക്കെ ഓർഡറായിട്ട് തന്നെ വീഡിയോസ് കണ്ടിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എക്സാമിൽ നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കോസ്റ്റിങ്ങിൻ്റെ നമ്മൾ ലാസ്റ്റ് സ്റ്റോക്ക് ലെവൽസ് ആണ് പഠിച്ചത് അല്ലേ. അപ്പോൾ സ്റ്റോക്ക് ലെവൽസ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ തന്നെ ബുക്കിൽ നിങ്ങൾ ഓരോ ലെവൽസും എഴുതി വെക്കണം, ഫോമുല എഴുതി വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് എഴുതി വെച്ചായിരുന്നോ? അപ്പോൾ എഴുതി തന്നെ വെക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഒരു പ്രോബ്ലം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രോബ്ലം കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ ഒക്കെ കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് എക്സാമിനൊന്ന് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോമുലാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫോമുലാസ് എഴുതി വെച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് 2-3 പ്രോബ്ലംസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഡേറ്റ ഫോർ ദ ലാസ്റ്റ് 12 months കമ്പ്യൂട്ട് സ്റ്റോക്ക് ലെവൽസ് ഫോർ കമ്പോണന്റ് എ. അപ്പോൾ കമ്പോണന്റ് എയുടെ സ്റ്റോക്ക് ലെവൽസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇവിടെ കഴിഞ്ഞ ഒരു വർഷത്തെ ഡേറ്റ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നിട്ടുണ്ട്. മാക്സിമം യൂസേജ് ഇൻ എ മന്ത്, ഒരു മാസത്തിലെ മാക്സിമം യൂസേജ് എന്ന് പറഞ്ഞത് എന്താ? മാക്സിമം കൺസംഷൻ 300 യൂണിറ്റ്സ് ആണ്. മിനിമം യൂസേജ് ഇൻ എ മന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം കൺസംഷൻ ആണ് 200 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. ആവറേജ് യൂസേജ് ഇൻ എ മന്ത് എന്ന് പറഞ്ഞാൽ ആവറേജ് കൺസംഷൻ 225 യൂണിറ്റ്സ് ആണ്. ടൈം ലാഗ് ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് മെറ്റീരിയൽസ്, ടൈം ലാഗ്, ലീഡ് ടൈം, ഒരു മെറ്റീരിയൽ ഓർഡർ ചെയ്ത് നമുക്ക് നമ്മുടെ സ്റ്റോറിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന സമയം, അതിന്റെ മാക്സിമം ടൈം എന്ന് പറയുന്നത്, അത് റീ ഓർഡർ പീരീഡ് നമുക്ക് കണക്കാക്കാം. റീ ഓർഡർ പീരീഡ് ആണ് ഈ ഉദ്ദേശിക്കുന്നത്. മാക്സിമം റീ ഓർഡർ പീരീഡ് 6 മാസവും മിനിമം റീ ഓർഡർ പീരീഡ് 2 മാസവുമാണ്. ഇക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി 750 യൂണിറ്റ്സ് ആണ്. EOQ 750 യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഫോമുലാസ് ഒക്കെ കയ്യിൽ സൂക്ഷിക്കുക, നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ ലെവൽസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡിഫറെൻറ്റ് ലെവൽസ്, സ്റ്റോക്ക് ലെവൽസ് എന്നാ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് മെയിൻ ആയിട്ട് കാണേണ്ടത് റീ ഓർഡർ ലെവല്, മിനിമം സ്റ്റോക്ക് ലെവല്, മാക്സിമം സ്റ്റോക്ക് ലെവല്, ആവറേജ് ലെവല്, ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റീ ഓർഡർ ലെവലാണ്. റീ ഓർഡർ ലെവൽ എല്ലാത്തിൻ്റെ ബേസ് റീ ഓർഡർ ആണല്ലോ. കാരണം മിനിമം ചെയ്യണമെങ്കിലും മാക്സിമത്തിന്റെ ഫോമിൽ ചെയ്യണമെങ്കിൽ അവിടെ റീ ഓർഡർ ലെവൽ വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ റീ ഓർഡർ ലെവലിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പൊ റീ ഓർഡർ ലെവലിന്റെ ഫോമുല എന്താണ്? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരിയഡ് അല്ലേ. മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരിയഡ് എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ മാക്സിമം കൺസംഷൻ ഇവിടെ എത്രയാണ്? മാക്സിമം കൺസംഷൻ 300 യൂണിറ്റ്സ് ആണ്. 300 ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരിയഡ്. മാക്സിമം റീ ഓർഡർ പീരിയഡ് എത്രയാണ്? 6 months ആണ്. അപ്പോൾ 300 ഇൻറ്റു 6 എത്രയാണ്? 1800 യൂണിറ്റ്സ് ആണ് റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ 1800 യൂണിറ്റ്സ് റീച്ച് ആകുമ്പോൾ നമ്മൾ വീണ്ടും പുതിയ ഓർഡർ ഇനീഷ്യേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ റീ ഓർഡർ ലെവൽ എന്താണ്? 1800 യൂണിറ്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് മിനിമം സ്റ്റോക്ക് ലെവലാണ്. മിനിമം സ്റ്റോക്ക് ലെവലിന്റെ ഫോമുല എന്താണ്? ഒന്ന് ഓർത്തു നോക്കുക. റീ ഓർഡർ ലെവൽ പ്ലസ് നോർമൽ കൺസംഷൻ അല്ലെങ്കിൽ ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീ ഓർഡർ പീരിയഡ്. റീ ഓർഡർ ലെവൽ, പ്ലസ് അല്ല മൈനസാ, സോറി തെറ്റുപറ്റി. ഇപ്പം മൈനസ് ആണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് മാക്സിമത്തിന്റെ ഒരു ഇക്വേഷനിലോട്ട് പോയി. കണ്ടോ, നമ്മുടെ ചെറിയൊരു ശ്രദ്ധ കുറവ് വരുമ്പോൾ നമുക്ക് ഫോമുലാസ് ഒക്കെ തെറ്റിപ്പോവും. അപ്പം എല്ലാവരും എന്നോട് ക്ഷമിക്കുക. 100 times അപ്പോൾ റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത് മിനിമം സ്റ്റോക്ക്, ഇന്ന് മൊത്തം തെറ്റുകളാണല്ലോ.
അപ്പൊ തെറ്റ് എനിക്ക് പറ്റിയാലും നിങ്ങൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടോ എന്ന് നല്ല മിടുക്കരായിട്ടുള്ള നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും തെറ്റുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പം തന്നെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മിനിമം സ്റ്റോക്ക് ലെവൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റീഓർഡർ ലെവൽ മൈനസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ്. അപ്പൊ റീഓർഡർ ലെവൽ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, 1800 യൂണിറ്റ്സ്. 1800 മൈനസ് ആവറേജ് കൺസംഷൻ അല്ലെങ്കിൽ നോർമൽ കൺസംഷൻ എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആവറേജ് കൺസംഷൻ ഇവിടെ എത്രയാ? 225 യൂണിറ്റ്സ് ആണ്. അപ്പൊ 1800 മൈനസ് 225, ഇത് ബ്രാക്കറ്റിലാണ്, 225 ഇൻറ്റു ആവറേജ് റീഓർഡർ പീരിയഡ് മിനിമം റീഓർഡർ പീരിയഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരിയഡ് ഡിവൈഡഡ് ബൈ 2 ആണ് ആവറേജ് റീഓർഡർ പീരിയഡ്. കണ്ടോ, മിനിമം റീഓർഡർ പീരിയഡ് ഇവിടെ 2ഉം മാക്സിമം റീഓർഡർ പീരിയഡ് ഇവിടെ 6ഉം ആണ്. അത് ഡിവൈഡ് ചെയ്യാം. അതായത് 6 + 2 8 ഡിവൈഡ് ബൈ 2 4 അല്ലേ? അപ്പോൾ 1800 മൈനസ് 225 ഇൻറ്റു 4. അപ്പൊ എത്രയാണ്? 900 യൂണിറ്റ്സ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മിനിമം സ്റ്റോക്ക് ലെവൽ കിട്ടുന്നത്. അപ്പൊ ക്ലിയർ ആയോ? ഇനി ആവറേജ് സ്റ്റോക്ക് ലെവലിന് 2 ഫോർമുലാസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മാക്സിമം സ്റ്റോക്ക് ലെവൽ ഡിവൈഡ് ബൈ 2 ചെയ്യാം, അല്ലെങ്കിൽ മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി ചെയ്യാം. ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. രണ്ട് രീതിയിൽ ചെയ്യുമ്പോൾ രണ്ട് ആൻസേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഓപ്ഷനിലുള്ള ആൻസർ നോക്കിയിട്ട് വേണം നമ്മൾ അതൊന്ന് ഏത് രീതിയിലാണ് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് ലെവല് ഇവിടെ ഇവരെടുത്തിരിക്കുന്നത് മിനിമം ലെവൽ നമുക്ക് ഓൾറെഡി അറിയാം, 900 യൂണിറ്റ്സ് പ്ലസ് ഹാഫ് ഓഫ് റീഓർഡറിങ് ക്വാണ്ടിറ്റി, അപ്പോൾ എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി, ഇവിടെ റീഓർഡർ ലെവൽ അല്ലാട്ടോ, റീഓർഡറിങ് ക്വാണ്ടിറ്റി ആണ്. ഹാഫ് ഓഫ് റീഓർഡറിങ് ക്വാണ്ടിറ്റി ആണ്. അതായത് എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി ഇവിടെ 750 ആണ്, ഇതിന്റെ ഹാഫ്. അപ്പൊ 900 പ്ലസ് ഹാഫ് ഓഫ് 750. അപ്പൊ എത്രയാണ്? 1275. 1275 യൂണിറ്റ് ആണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ. ഇനി ആവറേജ് സ്റ്റോക്ക് ലെവൽ മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവൽ ഡിവൈഡ് ബൈ 2 എന്നും ചെയ്യാം. അടുത്തത് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ലെവലാണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റീഓർഡറിങ് ലെവൽ പ്ലസ് റീഓർഡറിങ് ക്വാണ്ടിറ്റി. മാക്സിമത്തിലോട്ട് വരുമ്പോൾ ക്വാണ്ടിറ്റിയും കൂടെ വരും. റീഓർഡറിങ് ലെവൽ പ്ലസ് റീഓർഡറിങ് ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. അപ്പൊ റീഓർഡറിങ് ലെവൽ ഇവിടെ എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു 1800 യൂണിറ്റ്സ് ആണ്. 1800 പ്ലസ് റീഓർഡറിങ് ക്വാണ്ടിറ്റി എത്രയാണ്? എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എത്രയാണ്? 750. 1800 പ്ലസ് 750 മൈനസ്, ഇത് ബ്രാക്കറ്റിൽ ചെയ്യേണ്ടതാണ്, മിനിമം യൂസേജ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? മിനിമം യൂസേജ് ഇൻ എ മന്ത് എന്ന് പറഞ്ഞിട്ട് എത്രയാ കൊടുത്തിരിക്കുന്നത്? 200 യൂണിറ്റ്സ് ആണ് അല്ലേ? അപ്പൊ മിനിമം കൺസംഷൻ 200 ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ് എത്രയാണ്? മിനിമം റീഓർഡർ പീരിയഡ് 2 മാസമാണ്. 2 മാസം. അപ്പോ 200 ഇൻറ്റു 2 400. അപ്പോൾ 1800 പ്ലസ് 750, 2550 മൈനസ് 400, അതായത് 2150 യൂണിറ്റ്സ് ആണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ. അപ്പൊ ബ്രാക്കറ്റിലുള്ളത് ബ്രാക്കറ്റിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലാതെ ഇതിന്റെ കൂടെ ചെയ്യരുത് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ 1800 മൈനസ്, ഇത് ബ്രാക്കറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് ഇത് ചെയ്തിട്ട് വേണം 1800 കുറയ്ക്കാൻ, അല്ലാതെ 1800 225 കുറയ്ക്കരുത്. അപ്പൊ ഇത് ക്ലിയർ ആയോ? റീഓർഡർ ലെവൽ, മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, പിന്നെന്താണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ. ഇത് ക്ലിയർ ആയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ.
ഇവിടെ രണ്ട് കമ്പോണൻസ് തന്നിട്ടുണ്ട്, എക്സും വൈയും തന്നിട്ടുണ്ട്. അതിന്റെ നോർമൽ യൂസേജ് എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ കൺസംഷൻ അല്ലെങ്കിൽ ആവറേജ് കൺസംഷൻ, അത് രണ്ടിന്റെ സെയിം തന്നെയാണ്, 50 യൂണിറ്റ്സ് ഈച്ച് പെർ വീക്ക്. ഇനി മിനിമം യൂസേജ്, മിനിമം കൺസംഷൻ, അപ്പോൾ 25 യൂണിറ്റ്സ് ഈച്ച് പെർ വീക്ക്. അപ്പം മിനിമം കൺസംഷനും മാക്സിമം കൺസംഷനും ഒക്കെ സെയിം തന്നെയാണ്, എക്സിന്റെയും വൈയുടെയും സെയിം തന്നെയാണ്. അപ്പൊ ആവറേജ് കൺസംഷൻ പറഞ്ഞു 50, മിനിമം കൺസംഷൻ 25, മാക്സിമം കൺസംഷൻ 75. ഇനി റീ ഓർഡർ ക്വാണ്ടിറ്റി, ഇക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി, എക്സ് 400 യൂണിറ്റ്സ് അല്ലെ, എക്സ് 400 യൂണിറ്റ്സ്, വൈ എത്രയാണ്? 600 യൂണിറ്റ്സ് ആണ്. ഇനി റീ ഓർഡർ പീരിയഡ് എന്താണ്? റീ ഓർഡർ പീരിയഡ് എക്സ് 4 to 6 വീക്സ് ആണ്. എക്സിന്റെ മിനിമം മാക്സിമം, മിനിമം 4, 6, മാക്സിമം 6 എക്സിന്റെ. അതുപോലെ തന്നെ വൈയുടെ ആണ് മിനിമം 2, മാക്സിമം 4. ഇനി എമർജൻസി സപ്ലൈ ടൈം തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഡേഞ്ചർ ലെവലും കൂടെ കണ്ടുപിടിക്കാനുണ്ടാവും അല്ലെ. ഡേഞ്ചർ ലെവലിന്റെ ഇക്വേഷൻ ഫോർമുല എന്താണ്? ആവറേജ് കൺസംഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം ആണ്. അപ്പൊ എമർജൻസി സപ്ലൈ ടൈം എക്സിന്റെ 2 ആഴ്ചയും വൈയുടെ 1 ആഴ്ചയാണ്. കാൽക്കുലേറ്റ് ഈച്ച് കമ്പോണന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റീ ഓർഡർ ലെവല്, മിനിമം ലെവല്, മാക്സിമം ലെവല്, ആവറേജ് ലെവല്, ഡേഞ്ചർ ലെവല്, ഇത് ഇത്രയും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം റീ ഓർഡർ ലെവലിലോട്ട് പോവാം. റീ ഓർഡർ ലെവൽ എക്സിന്റെ റീ ഓർഡർ ലെവലിന്റെ ഇക്വേഷൻ ഫോർമുല ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരിയഡ്. അപ്പൊ മാക്സിമം യൂസേജ് എക്സിന്റെ എത്രയാണ്? എക്സിന്റെയും വൈയുടെയും സെയിം തന്നെയാണ്, 75 യൂണിറ്റ്സ്. മാക്സിമം റീ ഓർഡർ പീരിയഡ് എക്സിന്റെ ആണെങ്കിൽ മാക്സിമം നോക്കുക, ഈ രണ്ടാമത് തന്നിരിക്കുന്നത് 6, അപ്പൊ 75 ഇൻറ്റു 6 450 യൂണിറ്റ്സ്. ഇനി വൈയുടെ റീ ഓർഡർ ലെവൽ കണ്ടുപിടിക്കാൻ മാക്സിമം കൺസംഷൻ 75 തന്നെയാണ്. വൈയുടെ മാക്സിമം റീ ഓർഡർ പീരിയഡ് എത്രയാണ്? 4 ആഴ്ചയാണ്. അപ്പൊ 75 ഇൻറ്റു 4 300. ക്ലിയർ ആയോ? 300 ആണ് റീ ഓർഡർ ലെവൽ. അപ്പൊ എക്സിന്റെ 450 യൂണിറ്റ്സും വൈയുടെ 300 യൂണിറ്റ്സും. നെക്സ്റ്റ് എന്താണ്? മിനിമം ലെവലാണ്. മിനിമം ലെവൽ എന്ന് പറയുന്നത് നമുക്കറിയാലോ, മിനിമം ലെവലിന്റെ ഫോർമുല എന്താണ്? റീ ഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ അല്ലെങ്കിൽ ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീ ഓർഡർ പീരിയഡ് അല്ലേ. അപ്പൊ എക്സിന്റെ റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, 450 ആണ് എക്സിന്റെ റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്, മൈനസ് ആവറേജ് യൂസേജ് എത്രയാണ്? യൂസേജ് എത്രയാ? ആവറേജ് എന്ന് പറഞ്ഞാൽ നോർമൽ യൂസേജ് അല്ലേ ഇവിടെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ 50 യൂണിറ്റ്സ് ആണ് അല്ലേ. 450 മൈനസ് 50 ഇൻറ്റു ആവറേജ് റീ ഓർഡർ പീരിയഡ്. ആവറേജ് റീ ഓർഡർ പീരിയഡ് എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞേ? മിനിമം റീ ഓർഡർ പീരിയഡ് പ്ലസ് മാക്സിമം റീ ഓർഡർ പീരിയഡ് ഡിവൈഡ് ബൈ 2. അപ്പൊ എക്സിന്റെ മിനിമം റീ ഓർഡർ പീരിയഡ് 4ഉം മാക്സിമം റീ ഓർഡർ പീരിയഡ് 6ഉം ആണ്. ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 കിട്ടും അല്ലേ. അപ്പൊ 50 ഇൻറ്റു 5 എത്രയാ? 250. അപ്പൊ 450 മൈനസ് 250 200 യൂണിറ്റ്സ് ആണ് എക്സിന്റെ മിനിമം സ്റ്റോക്ക് ലെവൽ. ഇനി വൈയുടെ ആണെങ്കിലോ റീ ഓർഡർ ലെവൽ. വൈയുടെ റീ ഓർഡർ ലെവൽ നമ്മളിപ്പോ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചു. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ വേണം കേട്ടോ. അപ്പൊ വൈയുടെ റീ ഓർഡർ ലെവൽ 300 ആണ്. ആവറേജ് കൺസംഷൻ രണ്ടും എക്സിന്റെയും വൈയുടെയും സെയിം തന്നെയാണ്, അതുകൊണ്ടാണ് ഇവിടെ 50 വന്നിരിക്കുന്നത്. 50 ഇൻറ്റു ആവറേജ് റീ ഓർഡർ പീരിയഡ്. എക്സിന്റെ മിനിമം റീ ഓർഡർ പീരിയഡ് 2ഉം മാക്സിമം റീ ഓർഡർ പീരിയഡ് 4ഉം ആണ്. അപ്പൊ 2 പ്ലസ് 4 ഡിവൈഡ് ബൈ 2. സംശയം ഉണ്ടെങ്കിൽ നോക്കാം. വൈയുടെ മിനിമം ആദ്യം കിടക്കുന്ന 2, മാക്സിമം 4. 2 to 4 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 മിനിമം 4 മാക്സിമം. ഇതാണ് റീ ഓർഡർ പീരിയഡ്. അപ്പൊ ആവറേജ് റീ ഓർഡർ പീരിയഡ് എന്ന് പറയുമ്പോൾ 2 + 4 ഡിവൈഡ് ബൈ 2 എന്ന് വരും. കണ്ടോ? അപ്പോ 300 മൈനസ് ഇത് ഈ ബ്രാക്കറ്റിലുള്ളത് അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. 4 + 2 എത്ര? 6 ഡിവൈഡ് ബൈ 2 3. അപ്പൊ 5 ഇൻറ്റു 50 ഇൻറ്റു 3 150. അപ്പൊ 300 മൈനസ് 150 150 യൂണിറ്റ്സ് ആണ് മിനിമം സ്റ്റോക്ക് ലെവൽ വൈഡ്. ഇനി മാക്സിമം സ്റ്റോക്ക് ലെവൽ.
മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് എങ്ങനെയാ കമ്പ്യൂട്ട് ചെയ്യുന്നത്? റീഓർഡറിംഗ് ലെവൽ പ്ലസ് റീഓർഡറിംഗ് ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. അപ്പൊ എക്സിന്റെ റീഓർഡറിംഗ് ലെവൽ നമുക്കറിയാം 450 ആണ്. പ്ലസ് റീഓർഡറിംഗ് ക്വാണ്ടിറ്റി എത്രയാ? എക്സിന്റെ റീഓർഡറിംഗ് ക്വാണ്ടിറ്റി എത്രയാണ്? അതെ, എക്സിന്റെ റീഓർഡറിംഗ് ക്വാണ്ടിറ്റി 400 ആണ്. എക്സിന്റെ റീഓർഡറിംഗ് ക്വാണ്ടിറ്റി 400 ആണ് അല്ലേ? അപ്പോ 450 പ്ലസ് 400 മൈനസ് മിനിമം കൺസംഷൻ. മിനിമം കൺസംഷൻ എത്രയാണ്? എക്സിന്റെയും വൈയുടെയും സെയിം തന്നെയാണ്. മിനിമം കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേനാണ് മിനിമം യൂസേജ് 225. അതാണ് മിനിമം കൺസംഷന്റെ അവിടെ വരുന്നത്. അപ്പോൾ എക്സിന്റെ 450 പ്ലസ് 400 മൈനസ് 25 ഇൻറ്റു 4. അപ്പോൾ 850 മൈനസ് 25 ഇൻറ്റു 4 എത്രയാ? 25 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ 450 പ്ലസ് 400 850 മൈനസ് 25 ഇൻറ്റു 4 100. 750 യൂണിറ്റ്സ് ആണ് എക്സിന്റെ. ഇതുപോലെ തന്നെ വൈയുടെയും കമ്പ്യൂട്ട് ചെയ്യണം. y ഇസ് ഈക്വൽ ടു 300 പ്ലസ് 300 ആണ് റീഓർഡറിംഗ് ലെവൽ. വൈയുടെ റീഓർഡറിംഗ് ലെവൽ 300 ആണ്. റീഓർഡറിംഗ് ക്വാണ്ടിറ്റി 600 ആണ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. മിനിമം കൺസംഷൻ അല്ലേ? അപ്പോൾ ആദ്യം റീഓർഡറിംഗ് ക്വാണ്ടിറ്റി, റീഓർഡറിംഗ് ലെവൽ എത്രയാണ്? റീഓർഡറിംഗ് ലെവൽ 300 പ്ലസ് റീഓർഡറിംഗ് ക്വാണ്ടിറ്റി വൈയുടെ എത്രയാണ്? 600 മൈനസ് മിനിമം കൺസംഷൻ വൈയുടെ എത്രയാണ്? 25 ഇൻറ്റു അപ്പൊ 300 പ്ലസ് 600 900 മൈനസ് 25 ഇൻറ്റു 2 50. 900 മൈനസ് 50 എത്രയാണ്? 850 യൂണിറ്റ്സ്. ക്ലിയർ ആയോ? ഇനി അടുത്തത് ആവറേജ് സ്റ്റോക്ക് ലെവൽ. ആവറേജ് സ്റ്റോക്ക് ലെവൽ നമ്മൾ പറഞ്ഞല്ലോ, ആവറേജ് സ്റ്റോക്ക് ലെവൽ മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മാക്സിമം സ്റ്റോക്ക് ലെവൽ ഡിവൈഡ് ബൈ 2 ചെയ്യാം. പക്ഷെ ഇവിടെ അതിലും എളുപ്പമായിട്ട് മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡറിംഗ് ക്വാണ്ടിറ്റി ചെയ്യാം. അപ്പൊ എക്സിന്റെ മിനിമം സ്റ്റോക്ക് ലെവൽ നമ്മളിപ്പോ കണ്ടുപിടിച്ചത് 200 യൂണിറ്റ്സ് എന്നാണ്. അപ്പൊ 200 പ്ലസ് ഹാഫ് ഓഫ് റീഓർഡറിംഗ് ക്വാണ്ടിറ്റി. എക്സിന്റെ റീഓർഡറിംഗ് ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ 400 ആണ് തന്നിരിക്കുന്നത്. അതിന്റെ ഹാഫ് 200. അപ്പൊ 200 പ്ലസ് 200 400 യൂണിറ്റ്സ് ആണ് എക്സിന്റെ ആവറേജ് സ്റ്റോക്ക് ലെവൽ. ഇനി വൈയുടെ മിനിമം സ്റ്റോക്ക് ലെവൽ നമ്മളിപ്പോ കണ്ടുപിടിച്ചു 150 പ്ലസ് ഹാഫ് ഓഫ് റീഓർഡറിംഗ് ക്വാണ്ടിറ്റി. റീഓർഡറിംഗ് ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 600 ഈസ് ഈക്വൽ ടു 150 പ്ലസ് 300. 600ന്റെ ഹാഫ് 300 അല്ലേ? 150 പ്ലസ് 300 450 യൂണിറ്റ്സ് ആണ്. ക്ലിയർ ആയോ? ഇനി ഡേഞ്ചർ ലെവൽ. ഡേഞ്ചർ ലെവലിന്റെ ഫോർമുല എന്താ? ആവറേജ് കൺസംഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം. ഇവിടെ ആവറേജ് കൺസംഷൻ നമുക്കറിയാലോ, ക്വസ്റ്റ്യനില് ആവറേജ് കൺസംഷൻ അറിയാം. എത്ര ആവറേജ് കൺസംഷൻ അല്ലെങ്കിൽ നോർമൽ കൺസംഷൻ എന്നൊക്കെ പറഞ്ഞ് 50 ആണ്. 2ന്റെ 50 തന്നെയാണ് നമ്മളിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞുള്ളൂ അല്ലേ? അതുപോലെ തന്നെ എമർജൻസി സപ്ലൈ ടൈം എന്ന് പറഞ്ഞ് ഇവിടെ തന്നെയാണ്. എക്സിന്റെ 2 ആഴ്ചയും വൈയുടെ 1 ആഴ്ചയാണ് അല്ലേ? അപ്പോൾ ഡേഞ്ചർ ലെവൽ കമ്പ്യൂട്ടേഷന്റെ ഫോർമുല ആവറേജ് കൺസംഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം ആണ്. അപ്പോൾ എക്സിന്റെ ആവറേജ് കൺസംഷൻ 50 ആണ് ഇൻറ്റു അതിന്റെ എമർജൻസി സപ്ലൈ ടൈം ക്വസ്റ്റ്യനിൽ 2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ 50 ഇൻറ്റു 2 100 യൂണിറ്റ്സ്. ഇനി വൈയുടെ ആവറേജ് കൺസംഷൻ 50, എക്സിന്റെ വൈയുടെ സെയിം തന്നെയാണ്, ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം വൈയുടെ 1 ആഴ്ചയാണ്. 50 ഇൻറ്റു 1 50 യൂണിറ്റ്സ്. അപ്പൊ ഡേഞ്ചർ ലെവലിലെ എത്ര യൂണിറ്റ്സ് ആണ്? എക്സിന് 100 യൂണിറ്റ്സും വൈക്ക് 50 യൂണിറ്റ്സും ആണ്. അപ്പൊ ക്ലിയർ ആയോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ പോസ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ബുക്കിലോട്ട് എഴുതി എടുത്തിട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ആൻസർ ഞാൻ വായിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ഹോംവർക്കായിട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.